ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വിജയാഘോഷ പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശം പാർട്ടികൾക്ക് നൽകുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ 3 ട്രയൽ സുരക്ഷാ പരിശോധനയായിരിക്കും ഒരുക്കുകയെന്നും കളക്ടർ പറഞ്ഞു. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. 8:30 ആകുമ്പോഴത്തേക്കും മെഷീൻസ് ഈ കൗണ്ടിങ് ഹാളിലെത്തും. വോട്ടെണ്ണൽ പ്രക്രിയ കഴിഞ്ഞിട്ടുള്ള ഘോഷയാത്രയും അതുപോലെ തന്നെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജൂൺ 4 രാവിലെ 8 മണിയോടുകൂടി ജില്ലയിലെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 7 നിയമസഭാ സെഗ്മെന്റുകളിലെയും വോട്ടെണ്ണൽ തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള 7 EVM കൗണ്ടിംഗ് ഹാളുകളിൽ നടക്കും. EVM കൗണ്ടിങ്ങിനായി ഓരോ ഹാളിലും 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി 3 ടേബിളുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിനായി 1300-ൽ പരം ഉദ്യോഗസ്ഥർ ഉണ്ടാകും. സുരക്ഷാ ആവശ്യത്തിന് 3 ടയർ കോഡിംഗ് സിസ്റ്റമാവും ഉണ്ടാവുക. കൗണ്ടറിന് പുറത്ത് ഐഡന്റിറ്റി പരിശോധിക്കാൻ ലോക്കൽ പോലീസിനൊപ്പം ഒരു മജിസ്ട്രേറ്റ് കൂടി ഉണ്ടാകും. കൗണ്ടിംഗ് ക്യാമ്പിന് ചുറ്റുമുള്ള 100 മീറ്റർ ചുറ്റളവിൽ നിന്ന് സുരക്ഷയുടെ 1ാം നില ആരംഭിക്കും. ഈ ഭാഗം കാൽനട മേഖലയായി വേർതിരിക്കും. ഈ പരിധിക്കുള്ളിൽ വാഹനങ്ങൾ അനുവദിക്കില്ല. കൗണ്ടിംഗ് ഏജന്റുമാരുടെയും ഓഫീസർമാരുടെയും തിരിച്ചറിയൽ 1ാം നിരയിൽ പരിശോധിക്കും. ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച ID കാർഡോ DEO അല്ലെങ്കിൽ RO നൽകിയ ID കാർഡോ മീഡിയ പാസോ ഇല്ലാത്ത ഒരു വ്യക്തിയെയും 1ാം നിര കടക്കാൻ അനുവദിക്കില്ല. 2ാം നില വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലെ ഗേറ്റിന് സമീപമായിരിക്കും ഒരുക്കുക. ഈ ഭാഗം സംസ്ഥാന സായുധ സേന കൈകാര്യം ചെയ്യും. ഇതിലൂടെ കടക്കുമ്പോൾ തീപ്പെട്ടി, ആയുധങ്ങൾ, മറ്റു കത്തുന്ന വസ്തുക്കളില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തും. മൊബൈൽ അല്ലെങ്കിൽ iPad, ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉള്ളിൽ അനുവദിക്കില്ല. ഇത്തരം ഉപകരണങ്ങൾ മീഡിയ റൂമിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. സുരക്ഷയുടെ 3ാം നിര കൗണ്ടിംഗ് ഹാളിന്റെ വാതിൽക്കലാവും. കേന്ദ്ര സായുധ സേനയ്ക്കാവും ഇവിടെ പരിശോധന ചുമതല. ECI നൽകിയ മീഡിയ പാസ് ഉള്ളവർക്ക് സ്റ്റാൻഡില്ലാതെ ക്യാമറകൾ വോട്ടെണ്ണൽ ഹാളിൽ ഉപയോഗിക്കാം. സുരക്ഷ ഉറപ്പാക്കിയുള്ള വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. വോട്ടെണ്ണലിന്റെ ഫലപ്രഖ്യാപനം പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിന് ഡിസ്പ്ലേകൾ സ്ഥാപിക്കും. റിപ്പോർട്ടർ, കൊല്ലം.